ബിജെപി നേതാവ് യുവരാജ് ഗോകുലും കോൺഗ്രസ് നേതാവ് സേനാപതി വേണുവും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം യുവരാജിലേക്ക് പോകുന്നു. യുവരാജ്, പാലക്കാട്ട് വലിയ പ്രതീക്ഷ ബാക്കി നിൽപ്പുണ്ട്. എക്സിറ്റ് പോളുകളിലേക്ക് വന്നാൽ ജാർഖണ്ഡ് കൂടി ബിജെപി പിടിച്ചെടുക്കും എന്ന് പറയുന്നു. ഇനി മഹാരാഷ്ട്രയിലേക്ക് പോയാൽ അവിടെ ബിജെപി നേതൃത്വം നൽകുന്ന സർക്കാർ വരാനുള്ള സാധ്യതകൾ പോലും തള്ളിക്കളയാനാവില്ല. ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ നമ്മൾ പരിഗണിച്ചാൽ വലിയ സന്തോഷമാണ് അല്ലേ? തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള ഒരു നുണ ക്യാമ്പയിൻ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് INDIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ ഈ പറയുന്ന പോലെ മറ്റേ ഘടാഘട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇറക്കിയ ചില കാര്യങ്ങളൊക്കെ വലിയ തോതിൽ അവിടെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരുന്നു. അതിനെയൊക്കെ ജനം തള്ളിക്കളയുന്നതാണ് ഹരിയാന തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തുടർച്ച തന്നെ ഹരിയാനയിൽ സംഭവിക്കുമെന്നും ഹരിയാനയിൽ BJP തോൽക്കുമെന്നും പകരം അവിടെ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നൊക്കെ അവർ വലിയ തോതിൽ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അതിനെയൊക്കെ ജനം നിരാകരിക്കുകയും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ നടത്തിയിരിക്കുന്ന നുണപ്രചരണങ്ങളായിരുന്നു എന്നുള്ള കൃത്യമായ ബോധ്യം ജനങ്ങൾക്കുണ്ടാവുകയും ചെയ്ത് ഹരിയാനയിൽ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഒക്കെ സംഭവിക്കാൻ പോകുന്നതെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. മഹാരാഷ്ട്രയിൽ വളരെ കംഫർട്ടബിളി BJP ഇപ്പോൾ എക്സിറ്റ് പോളുകൾ എല്ലായ്പ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സർക്കാർ അധികാരത്തിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എങ്കിലും ആ പ്രവചിച്ചതിൻ്റെ അത്രയും വലിയ മാഗ്നിറ്റ്യൂഡിലുള്ളൊരു വിജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല. അതുപോലെ തന്നെ ഹരിയാനയിൽ BJP പാടെ തകർന്നു പോകുമെന്നുള്ള തരത്തിലായിരുന്നു എക്സിറ്റ് പോളുകൾ വന്നത്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോളുകളിൽ വലിയ വിശ്വാസമൊന്നും നമ്മൾ ഇപ്പോഴും അങ്ങനെ അമിതമായ ആഹ്ലാദമോ അമിതമായ വിശ്വാസമോ അതിൻ്റെ പുറത്തൊന്നും കാണിക്കേണ്ടതില്ല. പക്ഷേ ചില സൂചനകളാണ് അത് തരുന്നത്. ആ സൂചനകൾ അനുസരിച്ചിട്ട് തീർച്ചയായിട്ടും മഹാരാഷ്ട്രയിൽ BJP മുന്നിൽ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെയാണ് ജാർഖണ്ഡിലും.